നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്നത്തെ നമ്മുടെ യാത്ര നമ്മെ എത്തിച്ചിരിക്കുന്നത് ഇന്ത്യയിലെ അത്യന്തം മനോഹരമായ ഒരു ചരിത്ര സ്മാരകത്തിലേക്കാണ്. ഇതാണ് ഷേർഷാ സൂരി ടോംബ്. ബീഹാറിലെ സാസരം എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന അതുല്യമായ ഒരു ശവകുടീരം. 16-ാം നൂറ്റാണ്ടിൽ ഇന്ത്യ ഭരിച്ചിരുന്ന ശക്തനായ ഭരണാധികാരി ഷേർഷാ സൂരിയുടെ സ്മരണയ്ക്കായി നിർമ്മിച്ചതാണ് ഈ മഹത്തായ കെട്ടിടം. ഈ സ്മാരകത്തിന്റെ പ്രത്യേകത എന്തെന്നാൽ ഇത് ഒരു വലിയ കുളത്തിന്റെ നടുവിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ചുറ്റും വെള്ളം നിറഞ്ഞിരിക്കുന്നതിനാൽ ഈ ശവകുടീരം കാണുമ്പോൾ ഒരു കോട്ട പോലെ തോന്നും. ഈ സ്മാരകത്തിലേക്ക് എത്താൻ ഒരു നീളമുള്ള കല്ല് പാതയിലൂടെ നടക്കണം. ആ പാത കടന്ന് മുന്നോട്ടു പോകുമ്പോൾ പതുക്കെ ഈ വലിയ ഗുംബദ് കാണാൻ തുടങ്ങും. ചുവന്ന മണൽക്കല്ലുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ കെട്ടിടത്തിന്റെ ശില്പകല വളരെ അത്ഭുതകരമാണ്. ഇൻഡോ ഇസ്ലാമിക് ശൈലിയിലുള്ള നിർമ്മാണം ഇവിടെ വ്യക്തമായി കാണാം. കെട്ടിടത്തിന്റെ മുകളിലുള്ള വലിയ ഗുംബദ്, ചുറ്റുമുള്ള ചെറിയ ഗുംബദുകൾ, മനോഹരമായ വാതിലുകൾ എന്നിവ ഈ സ്മാരകത്തെ കൂടുതൽ ഭംഗിയുള്ളതാക്കുന്നു. ഈ കെട്ടിടം ഏകദേശം 46 മീറ്റർ ഉയരമുണ്ട് പറയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ദൂരത്തു നിന്ന് പോലും ഇത് വളരെ ഭംഗിയായി കാണാം. ഷേർഷാ സൂരി ഇന്ത്യയുടെ ചരിത്രത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്ന ഒരു ഭരണാധികാരിയായിരുന്നു. റോഡുകൾ, ഭരണ സംവിധാനം, നാണയ സംവിധാനം എന്നിവയിൽ അദ്ദേഹം വലിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നു. പ്രത്യേകിച്ച് ഇന്നും ഉപയോഗിക്കുന്ന ഗ്രാൻഡ് ട്രാങ്ക് റോഡ് വികസിപ്പിച്ചതും ഷേർഷാ സൂരി തന്നെയാണെന്ന് ചരിത്രം പറയുന്നു. ഈ ശവകുടീരം കാണുമ്പോൾ ആ കാലഘട്ടത്തിലെ ശില്പകലയുടെ മികവ് നമ്മൾക്ക് മനസ്സിലാകും. നൂറുകണക്കിന് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഈ കെട്ടിടം ഇന്നും അതിന്റെ ഭംഗി നിലനിർത്തി നിൽക്കുകയാണ്. സൂര്യപ്രകാശം കെട്ടിടത്തിൽ വീഴുമ്പോൾ അതിന്റെ നിറം കൂടുതൽ മനോഹരമാകുന്നു. ഇത് ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായ ശവകുടീരങ്ങളിലൊന്നായി ചരിത്രകാരന്മാർ കണക്കാക്കുന്നു. ഇവിടെ എത്തുന്ന വിനോദസഞ്ചാരികൾ ഈ സ്മാരകത്തിന്റെ ഭംഗിയും സമാധാനപരമായ അന്തരീക്ഷവും ആസ്വദിച്ച് സമയം ചെലവഴിക്കുന്നു. അങ്ങനെ സുഹൃത്തുക്കളെ, ചരിത്രവും ശില്പകലയും പ്രകൃതിയുടെ സൗന്ദര്യവും ഒരുമിച്ച് ചേരുന്ന അത്ഭുതകരമായ സ്ഥലമാണ് ഷേർഷാ സൂരി ടോംബ്. നിങ്ങൾക്ക് ഇന്ത്യയിലെ ചരിത്ര സ്മാരകങ്ങൾ ഇഷ്ടമാണെങ്കിൽ ഒരിക്കൽ ഇവിടെ സന്ദർശിക്കാൻ ശ്രമിക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും സബ്സ്ക്രൈബും ഷെയറും നൽകി സപ്പോർട്ട് ചെയ്യണേ.